പല ആളുകളും ഈ പറയുന്ന പോലെ തന്നെ രാവിലെ ഈ അപ്രതീക്ഷിതമായിട്ട് മഴ വന്നു. പല ആളുകളും ആദ്യമൊന്നും വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മടിച്ചു. അങ്ങനെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ അവിടുന്ന് മാറ്റിയിട്ടുണ്ടോ? അല്ല, അതായത് വളരെ അപ്രതീക്ഷിതമായിരുന്നു, വളരെ അപ്രതീക്ഷിതവും അവിചാരിതവുമായിരുന്നു. കാരണം രാത്രി ഒരു 12 മണിക്ക് ശേഷമാണ് ഈ ഉരുൾപൊട്ടലും അതിതീവ്ര മഴയിലേട്ടും ഒരു വലിയ അതിതീവ്ര മഴയിലേട്ടും വന്നത്. അപ്പോൾ ഈ റാന്നിയിൽ എന്ത് സംഭവിച്ചാലും, മഴ പെയ്താലും ഉരുൾ പൊട്ടിയാലും അതിൻ്റെ ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോൺസ് ഉണ്ടാകുന്നത് ആറന്മുളയിലാണ്. കാരണം ആ വെള്ളം മുഴുവൻ ഒഴുകി വരുന്നത് പമ്പയാറ്റിലൂടെയാണ്. പമ്പയാർ ആദ്യം കവിഞ്ഞു വരാൻ പോകുന്നത് ആറന്മുളയിലാണ്. അപ്പോൾ ആറന്മുളയിലും അതുപോലെ തന്നെ കോഴഞ്ചേരിയിലും തോട്ടപ്പുഴശ്ശേരി മേലുള്ള മേഖലകളിൽ പെട്ടെന്ന് തന്നെ വെള്ളം കയറി. ഇപ്പോൾ ഞാൻ രാവിലെ ഏതാണ്ട് ഒരു 7 മണി തൊട്ട് ഈ പ്രദേശത്തുണ്ടായിരുന്നു. 7 മണിക്ക് ഞങ്ങൾ വരുമ്പോൾ ഇവിടെയൊക്കെ വണ്ടി ഉണ്ടായിരുന്നു. വണ്ടിയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ഞാൻ പോരാൻ നേരത്ത് കുറച്ചുകൂടെ വെള്ളം കയറി. ഇപ്പോൾ ഇങ്ങോട്ട് വണ്ടിയൊന്നും കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേവലം ഒരു 5-6 മണിക്കൂർ കൊണ്ടുണ്ടായ വെള്ളം, അതൊരു ഭയങ്കരമായ വെള്ളമാണ്. അപ്പോൾ അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. ആറന്മുളയിലും തുറന്നു, കോഴഞ്ചേരിയിലും തുറന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ഓണാണ്. ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പലരും പോകാനുള്ള വിമുഖതയൊക്കെ കാണിക്കുന്നവരുണ്ട്. അവരെയൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ചില മേഖലകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്. ആ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ കൊണ്ടുവരാനുള്ള ക്രമീകരണങ്ങൾ, അത് ഫയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, NDRFുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് പള്ളിയോടങ്ങളായി ബന്ധപ്പെട്ട്, ഇത്തിരി മാറിയുന്നു പ്രത്യേകിച്ച് പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോരെടാ, ചവിട്ടി വാ ചവിട്ടി കയറ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പല രാവിലെ തന്നെ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട്. ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. NDRFിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും പ്രത്യേക സംഘങ്ങൾ വന്നിട്ടുണ്ട്. പള്ളിയോടങ്ങളുടെ ബോട്ടുകൾ അത് കൃത്യമായി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അവിചാരിതമായിട്ടാണ്, അപ്രതീക്ഷിതമായിട്ടാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ ഉരുൾപൊട്ടലിലും അതുപോലെ തന്നെ അതിതീവ്ര മഴയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇനി നേരിടാൻ പോകുന്നത് ആറന്മുളയാണ്. അതുകൊണ്ട് കൂടുതൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ആറന്മുളയിലേക്ക് ഒരുക്കണമെന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ശ്രീ PC വിശ്വനാഥ് അടക്കമുള്ളവർ ആറന്മുള സന്ദർശിക്കും. അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സജ്ജീകരണങ്ങൾ. അത് ആറന്മുളയിലാണ് ഇനി വേണ്ടത്. കാരണം വെള്ളം എത്രമാത്രം റാന്നിയിൽ നിന്ന് ഇറങ്ങുന്നോ അത്രയും വെള്ളം ആറന്മുളയിൽ കയറി ഇറങ്ങിയാണ് പോവുകയുള്ളൂ. 2018 സമാനമായിട്ടുള്ള സാഹചര്യം. അതെ 2018 ഒന്നും ആലോചിക്കൂ. 2018 സമാനമായ മഴ പെയ്തില്ല. പക്ഷേ 2018 മുതലുള്ള മണ്ണും ചെളിയും ഒക്കെ ഈ ആറിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് ആറ് മെത്തിക്കയറുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് ആറിൻ്റെ ആഴം കൂട്ടാതെ ഇനി എന്താണെങ്കിലും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവില്ല. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. കാരണം നമുക്കെല്ലാവരെയും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ടൈം കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിന് മുകളിലായിട്ട് ഇനി 1 അടി കൂടിയോ 2 അടി കൂടിയോ 3 അടി കൂടിയോ വെള്ളം വരും. കാരണം എത്രമാത്രം പത്തനംതിട്ടയിലെ സാഹചര്യം, ആറന്മുള വള്ളസദ്യക്ക് എത്തിയവരടക്കം വലിയ ബുദ്ധിമുട്ടുകളാണ്. 2018 സാഹചര്യം ആണ് പലയിടത്തും. അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് പത്തനംതിട്ടയിലെ വിവിധയിടങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ.